ഹേ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു സ്റ്റാറ്റിക് ഷോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഹിസ്റ്ററി ഓഫ് ഹീറോസ് എന്ന് പറയുന്ന ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത്. സോ ഈ സീരീസിൽ നമ്മൾ ഈ കോമിക്സിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റൊക്കെയാണ് കവർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. ഹിസ്റ്ററി ഓഫ് ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടർട്ടിൽസ്. കെവിൻ ഈസ്റ്റ്മണ്ട് അതുപോലെ തന്നെ പീറ്റർ ലാരിയറ്റ് എന്ന് പറയുന്ന രണ്ട് പേരാണ് നിഞ്ച ടർട്ടിൽസിൻ്റെ ക്രിയേറ്റേഴ്സ്. ഇതിൽ കെവിൻ ഈസ്റ്റ്മണ്ട് ഒരു വട്ടം ഇങ്ങനെ തമാശയ്ക്ക് ഇരുന്ന് വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായൊരു കോമഡിയാണ് ശരിക്കും നമ്മുടെ നിഞ്ച ടർട്ടിൽസിൻ്റെ ക്രിയേഷന് കാരണം. ആൾ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വട്ടം ഇങ്ങനെ ഒരു ടർട്ടിൽ നേരെ നിൽക്കുന്ന പോലെ വരച്ചു. പിന്നെ അതിനുശേഷം അതിൻ്റെ കയ്യിൽ രണ്ട് നെഞ്ചക്കം കൊടുത്ത് ഒരു റിബണും കണ്ണിൽ കെട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഭയങ്കര ഫണ്ണി ആയിട്ടും തോന്നി. സോ അവർ ഇതിനെ പറ്റിയൊരു കോമിക്സ് ഇറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ടൊരു കോമിക്സ് ഇറക്കുന്നത്. ഇവർ ആ സമയത്തൊക്കെ ഇറങ്ങിയിട്ട് ഡബിളിൻ്റെ ഒക്കെ കോമിക്സിൻ്റെ ഒക്കെ ഒരു പാരഡി പോലെയാണ് ഈ ഒരു കോമിക്സ് ആദ്യം ഇറക്കുന്നത്. ഇത് പക്ഷേ ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടമാവും ചെയ്തു, അതുപോലെ തന്നെ ഇത് ഭയങ്കര ഹിറ്റാവും ചെയ്തു. ഇപ്പോൾ നമുക്ക് കോമിക്സിൻ്റെ ഒറിജിൻ സ്റ്റോറി കേട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ശരിക്കുള്ള ഒറിജിൻ സ്റ്റോറി കേൾക്കാം. 1964 ജപ്പാനിൽ ഫുഡ് ക്ലാൻ എന്ന് പറയുന്ന ഒരു ക്ലാനിലെ ഒരു മെമ്പറായിരുന്നു ഹമാട്ട യോഷി. യോഷിക്കൊരു പെറ്ററായിട്ട് ഉണ്ടായിരുന്നു. ഈ പെറ്ററായിട്ട് എപ്പോഴും നമ്മുടെ യോഷി നിഞ്ചുട്സൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനും പിന്നെ ആൾ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കും. യോഷി ഫുഡ് ക്ലാനിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്ററായിരുന്നു. സോ നമ്മുടെ യോഷിക്കൊരു വലിയൊരു റൈവൽ ഉണ്ടായിരുന്നു. ആളുടെ പേര് ഒറാക്കുനാഗി എന്നായിരുന്നു. ആൾ ഈ ഫൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല യോഷിക്ക് റൈവൽ. യോഷിക്കും നാഗിക്കും ലേഡി ടാങ്ഷാൻ എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്തായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്. പക്ഷേ ടാങ്ഷാന് നമ്മുടെ യോഷിയുടെ അടുത്തായിരുന്നു കൂടുതൽ താല്പര്യമല്ല ആളെടുത്തായിരുന്നു ആൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത്. ഒരിക്കൽ യോഷി നമ്മുടെ ടാങ്ഷാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാഗി ടാങ്ഷാനെ ഇടിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇഷ്ടമെന്ന് പറയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരിക്കും. സോ ഇത് കണ്ടുവരുന്ന നമ്മുടെ യോഷിക്ക് ദേഷ്യം വന്നിട്ട് യോഷി നാഗിനെ ഇടിക്കും. പിന്നെ അതുപോലെ തന്നെ അവസാനം അതൊരു കൊലപാതകത്തിലേക്ക് അവസാനിക്കും. യോഷി നമ്മുടെ നാഗിനെ കൊല്ലും. സോ ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന സ്ഥിതിക്ക്, സ്വന്തം ക്ലാനിലെ ഒരാളെ കൊന്ന സ്ഥിതിക്ക് യോഷിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഒന്നല്ലെങ്കിൽ ആൾ സ്വയം മരിക്കണം, അല്ലെങ്കിൽ ആൾ നാട് കടക്കണം. സോ യോഷി നമ്മുടെ ടാങ്ഷാനെയും കൊണ്ട് നാട് കടക്കും. അതും ന്യൂയോർക്കിലേക്കാണ് ആൾ വരുന്നത്. അവിടെ സെറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാവും. ആ സമയത്താണ് നാഗിയുടെ ബ്രദറുണ്ട് ഒറാക്കുസാക്കി ഫുഡ് ക്ലാൻ്റെ ഒരു ലീഡറായിട്ട് മാറും. ആൾ അവിടെ തന്നെ ഒരു ബെസ്റ്റ് വാരിയറായിട്ട് മാറിയിട്ട് പിന്നെ ആൾ പക്ഷേ ആ പവർ ഉപയോഗിക്കുന്നത് നമ്മുടെ യോഷിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. യോഷിനെയും യോഷിയുടെ വൈഫ് ടാങ്ഷനെയും സാക്കി അവരുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് കൊലപാതകം ചെയ്യും. ഇതിന് ശേഷം അവരുടെ പെറ്ററാറ്റ് ഫുഡൊന്നും കിട്ടാണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് പോകും. സ്ട്രീറ്റിൽ വരുമ്പോൾ ഫുഡ് അന്വേഷിച്ച് ഇറങ്ങണതിൻ്റെ ഇടയിൽ അതൊരു ടോക്സിക് വേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ട്രക്ക് ആക്സിഡൻ്റ് ആവുന്നത് കാണും. ഈ ആക്സിഡൻ്റ് ആയതിനടുത്ത് ഒരു 4 ചെറിയ ആമകളായിട്ടൊരു കുട്ടി നിൽക്കുന്നുണ്ടാവും. ഈ കുട്ടി ആക്സിഡൻറ്റ് കാണുന്ന നോക്കി ആമകളെ നിലത്തേക്ക് ഇടും. ഈ ആമകളുടെ മേലേക്ക് ഈ നേരെ ഈ ടോക്സിക് വേസ്റ്റ് ആവും. സോ ഈ ബേബി ടർട്ടിൽസിനെ നമ്മുടെ റാറ്റ് രക്ഷിക്കുമ്പോൾ അതിൻ്റെ മേലും ഈ ടോക്സിക് വേസ്റ്റ് ആവും. അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൽ ഓരോ ആമകൾ നിവർന്ന് നിൽക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ റാറ്റും നിവർന്ന് നിൽക്കും. പിന്നീട് റാറ്റിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിലൊരു ആമ സംസാരിക്കും. അത് സ്പ്ലിൻറ്ററിനാണ് സംസാരിക്കുക. അങ്ങനെ റാറ്റിന് സ്പ്ലിൻറ്ററിന് പേര് വീഴും. അതിനുശേഷം സ്പ്ലിൻറ്റർ ആൾ പഠിച്ച നിഞ്ചുട്സു നമ്മുടെ ആമകൾക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ അവർ മാർഷൽ ആർട്സിലൊക്കെ സ്കിൽഫുള്ളായിട്ടുള്ള നിഞ്ച ടർട്ടിൽസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ടർട്ടിൽസിന് ലിയനാർഡോ, മൈക്കിൾ ആഞ്ചലോ, ഡൊണാൾഡോ, റാഫേൽ അങ്ങനെ പേര് നൽകും. 1990 മുതൽ 2023 വരെ 7 മൂവീസ് നമ്മുടെ ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടർട്ടിൽസിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനിമേഷൻ സീരീസ് ആയിട്ടാണെങ്കിലും ഫേമസ് ക്യാരക്ടേഴ്സായ നമ്മുടെ ബാറ്റ്മാൻ ആയിട്ടായാലും പവർ റേഞ്ചേഴ്സ് ആയിട്ടായാലും ഈവൻ നാരുട്ടോയിട്ടൊക്കെ ആയിട്ട് കോമിക്സും ആനിമേഷൻ മൂവിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര വയലൻസ് ആയിട്ട് ഇറങ്ങിയൊരു കോമിക്സ് ആയിരുന്നു നമ്മുടെ നിഞ്ച ടർട്ടിൽസ്. പിന്നീട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ടോയ്സൊക്കെ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഫാമിലി ഫ്രണ്ട്ലിയും പിന്നെ കിഡ്സ് ഫ്രണ്ട്ലിയൊക്കെ ആക്കി മാറ്റിയത്. സോ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഹീറോസ് എന്ന് പറയുന്ന സീരീസിലെ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ.